പ്രീവിയസ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സർക്കിൾസിന് ചോദിച്ചിട്ടുള്ള ഏകദേശം റീസെന്റ് ആയിട്ട്, അതായത് 2020 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ സിമിലർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് സാധ്യത. ഇനി ഒരു മെത്തേഡ്, അതായത് നമ്മൾ റേഡിയസും സർക്കിളിന്റെ റേഡിയസും സെന്ററും തന്നാല് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡും, പിന്നെ ഇക്വേഷൻ തന്നാല് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുന്ന മെത്തേഡും ഫെമിലിയർ ആയിട്ടുണ്ട്. ഏത് ടൈപ്പിലൊക്കെ ചോദിക്കും അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വിട്ടിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, അതായത് നമ്മുടെ എക്സസൈസിന്റെ ലാസ്റ്റിൽ കാണുന്ന ക്വസ്റ്റ്യൻസ്. അതിനകത്ത് 3 പോയിന്റ് കിട്ടിയാല് അതെങ്ങനെ വർക്ക്ഔട്ട് ആണ്. അത് 2020 മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്, റീസെന്റ് ആയിട്ട് കാണില്ലെന്നേ ഉള്ളൂ. അഥവാ ചോദിച്ചാൽ നമുക്ക് ചെയ്യണ്ടേ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ എപ്പിസോഡ് കൂടെ ഒന്ന് കണ്ടിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് 3 പോയിന്റ്സ് തന്നാല് സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഈ ടെക്നിക്ക് എങ്ങനെയാണെന്നും കൂടെ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റിനും കൂടെ നമുക്കത് നോക്കാനുള്ളൂ. സർക്കിളിന്റെ പോർഷൻ മാത്രമല്ല, കോണിക് സെക്ഷനിലെ 1/3 പോർഷനേ ആവുന്നുള്ളൂ. ബാക്കി എലിപ്സ്, ഹൈപ്പർബോള, പാരബോള ഇതെല്ലാം കൂടെ പഠിച്ചാലേ നമുക്ക് കോണിക് സെക്ഷനിലെ 7 മാർക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. സർക്കിളിന്റെ 3 മാർക്ക് എന്തായാലും ഓക്കെയാണ്. ഇത് ഒരു പോർഷനും കൂടെ പഠിക്കുക. അപ്പൊ ഈ ഒരു എപ്പിസോഡും കൂടെ എന്റെ മക്കൾ കാണണം കേട്ടാ. കാണുക മാത്രമല്ല, നിങ്ങൾ പേപ്പറും പേനയും എടുത്തിട്ട് അതെങ്ങനെ ഇച്ചിരി കൂടെ മറ്റേനേക്കാളും കുറച്ചുകൂടെ ടഫാണ്. നമ്മളെ ബേസിക് ആയിട്ട് തീം ഇത്രേ ഉള്ളൂ, അതായത് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുക, ഇക്വേഷൻ ഇടുക, അല്ലെങ്കിൽ ഇക്വേഷനിൽ നിന്ന് സെന്ററും റേഡിയസും ജനറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാനുള്ള ഒരു എപ്പിസോഡ് ഇതും കൂടെ വളരെ ഷോർട്ടായിട്ട് ഞാൻ ചെയ്ത് തീർക്കാം. ഓക്കെ, എന്റെ കൂടെ ചെയ്തോളൂ. അപ്പൊ നമുക്ക് എളുപ്പമാവും. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് ദ റേഡിയസ് 5, center lies on x-axis and passes through, and circle passes through 2, 3. അതായത് നമ്മുടെ റേഡിയസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് 5, സെൻട്രൽ ലൈസ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ സെൻട്രൽ ലൈ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന്റെ കോർഡിനേറ്റിന്റെ പ്രത്യേകത നമ്മൾ അറിയണം. എന്താ എക്സ് ആക്സിസിന്റെ കോർഡിനേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെൻട്രലിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം HK ആണ് അല്ലേ. ഇതില് H0 ആയിരിക്കും. എന്തുകൊണ്ടാ? സെൻട്രൽ ലൈസ് ഓൺ എക്സ് ആക്സിസ്. അപ്പം നമ്മൾ ഇക്വേഷൻ ആൻസർ ഇങ്ങനെ തന്നെ എഴുതിക്കണം, സെൻട്രൽ lies on x-axis. So center here H0. Okay, K0 ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ എങ്ങനെ വരും? x minus h the whole square plus y minus 0, that is y square is equal to r square. ഇവിടെ r square തന്നിട്ടുണ്ട് 5, r5 തന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താ? the line passes through 2, the circle passes through 2, 3. circle passes through 2, 3. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും 2 minus h the whole square plus 3 square is equal to 5 square. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 4 minus 4h plus h square plus 3 square 9 is equal to 5 square. 5 square it is 25. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ഒരു h square minus 4h plus 9 plus 13 plus 13 minus 25 plus 13 plus minus 25 equal to 0. ഇതെന്താ വെച്ചാൽ -12 ആവും അല്ലേ. അതായത് h square minus 4h minus 12 is equal to 0. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ, അതായത് h സ്ക്വയർ, ഇപ്പം വി ഹാവ് h സ്ക്വയർ minus 4h minus 12 is equal to 0. that is h minus 6 into h plus 2 is equal to 0 അല്ലേ. ഗുണിക്കുമ്പോൾ -12 കിട്ടണം, കൂട്ടുമ്പോൾ -4 കിട്ടണം. അപ്പം ഇത് കിട്ടിയത് h is equal to either h minus 6 is equal to 0 or h plus 2 is equal to 0. h minus 6 ആണെങ്കിൽ h is equal to, ഇവിടുന്ന് h is equal to 6 കിട്ടും, or h is equal to -2.
അപ്പം ഈ രണ്ട് കണ്ടീഷനും, അതായത് H6 ആകുമ്പോഴും H ഏത് പോസിറ്റീവ് സൈഡാണോ നെഗറ്റീവ് സൈഡാണോ സെന്റർ കിടക്കണമെന്ന് പറഞ്ഞിട്ടില്ല, X ആക്സിസ് കിടക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് H6 ആകുമ്പോഴുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം, H2 -2 ആകുമ്പോഴുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ H is equal to 6. H6 ആകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ X minus H the whole square plus y square is equal to 5 square. ഇതാണ് ഇക്വേഷൻ. ഇതിനകത്ത് H6 ഇട്ട് കൊടുക്കണം. അപ്പം X minus 6 the whole square plus y square is equal to 5 square. X square minus 12x plus 36 plus y square minus 25 equals 0. That is x square plus y square minus 12x. ഇത് രണ്ടും കൂടെ പ്ലസ് 11 is equal to 0. ഇതാണ് X6 ആകുമ്പോഴുള്ള ഇക്വേഷൻ. ഇനി H -2 ആകുമ്പോഴുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. സെക്കൻഡ് H is equal to -2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ X minus H the whole square plus y square is equal to r square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ X minus of -2 the whole square plus y square is equal to 5 square. That is X plus 2 the whole square plus y square is equal to 5 square. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇവിടെ സർക്കിള് 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് പറയുന്നത്. ഫസ്റ്റ് സർക്കിൾ passes through 0, 0, ഒരു പോയിന്റ്, and intercepts on the axis, and intercepts on the axis A and B, X and Y axis respectively. അതായത് X ആക്സിസിലും Y ആക്സിസിലും കൂടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എയും ബിയും. ആരാ? സർക്കിള്. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ, ആ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു പടം വച്ചു നോക്കിയേ, സർക്കിള്, അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് ഓറിജിൻ എന്ന് പറയുന്നത് ഇത് 0, 0 എന്ന പോയിന്റിലൂടെ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ടാവും നമ്മുടെ സെന്റർ HK. പിന്നെ ഫസ്റ്റ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് X ആക്സിസിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് A എന്ന പോയിന്റിൽ, ഇന്റർസെപ്റ്റ് ഓൺ A ഓൺ X ആക്സിസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പോയിന്റ് ഏതാ? A ആയിരിക്കും X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ് 0. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കാം. ഇനി B ആണ് സെക്കൻഡ് കോർഡിനേറ്റ്, അതപ്പം ഇവിടുത്തെ പോയിന്റ് 0, B. ഇനി ഈ സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഇങ്ങനെയാണ്: X minus H the whole square plus Y minus K the whole square is equal to R square. ഇതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. പക്ഷെ നമുക്കിവിടെ Hഉം Kയും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ 2-3 ഇക്വേഷൻ ഇത് ഉപയോഗിച്ച്, ഈ പോയിന്റ്സ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ ലക്ഷ്യം. ഇവിടെ നോക്കൂ, 0, 0 പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ വരും: -H the whole square plus -K the whole square is equal to R square. That is H square plus K square is equal to R square. Question number 1. Okay. ഇനി ഇത് A0 പാസ് ചെയ്യുന്നുണ്ട്. A0 പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ വരും? പാസസ് ത്രൂ A0. A0 is a point on the circle. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? A minus H the whole square plus 0 minus K the whole square is equal to R square. ഇതെങ്ങനെ വരും? അപ്പോൾ A square plus 2AH plus H square plus K square is equal to R square. ജനറേറ്റ് ചെയ്യുമ്പോൾ റീറൈറ്റ് ചെയ്യുമ്പം H square plus K square plus A square plus 2AB, 2AB അല്ല, -2AB, സോറി, -2AB is equal to R square. ഇക്വേഷൻ നമ്പർ 2. ഈ 1 ഉം 2 ഉം കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കാര്യം നമ്മൾ രണ്ടിന്റെയും റൈറ്റ് സൈഡിന് R square അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വരും: H square plus K square plus A square minus 2AB is equal to H square plus K square. ക്യാൻസൽ ആയിക്കൂടെ? അപ്പം A square is equal to, ഇവിടെ ഈക്വൽ ഉണ്ട്, അപ്പൊ നമുക്ക് കിട്ടും A square minus 2AB is equal to 0. 2AB അല്ലടാ മോനെ, 2AH, ഇവിടെയും H.
എച്ച് അല്ലേ ഇത്? അപ്പൊ 2AH. അപ്പൊ നമുക്ക് കിട്ടി സി 2AH is equal to A square. 2H is equal to A. So here H is equal to A by 2. H എന്ന പോയിന്റ് ആയി. H is equal to A by 2 കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H square plus K square is equal to R square. ഇക്വേഷൻ നമ്പർ 1. പിന്നെ അത് B0 it is 0 passes through 0B. Circle passes through 0B. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും H square plus K minus I B minus K the whole square is equal to R square. S square plus B square minus 2AB 2KB plus K square is equal to R square. Equation number 2. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും H square plus K square plus B square minus 2KB is equal to H square plus K square. ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ B square minus 2KB is equal to 0. So 2KB is equal to B square. K is equal to B by 2. അപ്പം H A by 2 K is equal to B by 2 കിട്ടി നമുക്ക്. K square is equal to R square. Then since it is passes through the 0 0 0 0 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് സർക്കിളിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പം നമുക്ക് H ഉം K ഉണ്ടല്ലോ, A by 2 the whole square plus B by 2 the whole square is equal to R square. So A square plus B square by 2 is equal to R square. By 2 no, by 4. അപ്പം R is equal to root of A square plus B square divided by 2. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എങ്ങനെയാ? X minus H the whole square plus Y minus K the whole square is equal to R square. X minus H എന്ന് പറഞ്ഞാൽ A by 2 the whole square plus Y minus B by 2 the whole square is equal to R square എന്ന് പറഞ്ഞാൽ A square plus B square by 4. ഇത് മക്കൾ ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഇത് ഇനി ഓപ്പൺ ചെയ്ത് 2 കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻറ്റു ചെയ്ത് പോയാൽ മിസ്റ്റേക്ക് വരികയാണെങ്കിലോ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി ഒരു പോയിന്റും കൂടെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഇതിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒന്നിൽ 3 പോയിന്റും തരും, പോയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലൂസ് തരും. അപ്പം നമ്മൾ 2-3 ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്തുകൊണ്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. എച്ചും കെയും കണ്ടുപിടിക്കുക, ആർ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നുള്ളത് സെൻട്രൽ ലൈനിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, സെൻട്രലിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, ലൈനിന്റെ ഇക്വേഷൻ തന്നിരിക്കും, പിന്നെ 2 പോയിന്റ്സും തന്നിരിക്കും. അങ്ങനെയായിരുന്നാലും 3 ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക, അതിനനുസരിച്ച് സോൾവ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഈ സർക്കിൾ എന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ഒരു പോയിന്റ് തരും, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം വെദർ ഇറ്റ് ഈസ് വിത്തിൻ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ ഓർ ഓൺ ദ സർക്കിൾ. അങ്ങനെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ, അതായത് ഒരു പോയിന്റ് ഡെസിമൽ ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്തിട്ട് ഈ ലെസൺ മീൻസ് ഈ പോർഷൻ, സർക്കിൾ എന്ന പോർഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയിപ്പം സർക്കിളിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് നോക്കിപ്പോണം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള, ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സന്തോഷമായിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വരുന്ന ക്വസ്റ്റ്യന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് സർക്കിളിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും മക്കൾ ചെയ്യുമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചറിന് ഏതെങ്കിലും തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ചെയ്തേക്കാം. ഡസ് ദ പോയിന്റ് -2.5 3.5 lies on the circle, out the circle, out of the circle, or in the circle, inside the circle. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പോയിന്റ് തരും. ഇതിന് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് എക്സും വൈയും ആയിട്ട് കൊടുക്കുക. നമുക്ക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ജനറൽ ഇക്വേഷൻ എടുക്കരുതിട്ടാ.
സ്റ്റാൻഡേർഡ് എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇത് ഓഫ് സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. പോയിന്റ് ഓഫ് ദ സർക്കിൾ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ഇത് ഒറിജിൻ സെന്റർ അല്ലേ? എച്ചിന്റെയും സെന്റർ അല്ലേ? ഒറിജിൻ സെന്റർ ആയിട്ടുള്ള സർക്കിളാണ് ഇത്. റേഡിയസ് എത്രയാ? റേഡിയസ് 5. അപ്പം ഈ സർക്കിളിന്റെ ഇക്വേഷൻ എടുക്കുക. ഇതെല്ലാം വേണ്ടുന്നത് നമുക്ക് ആ ഇക്വേഷൻ എടുക്കുക. എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. എന്നിട്ട് ഈ പോയിന്റ്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് 2.5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3.5 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഉണ്ടോ, ഈക്വൽ ടു ആണോ, ലെസ് ദാനോ ആണോ, ഗ്രേറ്റർ ദാൻ ആണോ എന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇതിന്റെ സ്ക്വയർ അതായത് 6.25 25 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 25 കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇറ്റ് ഈസ് ആൾവേസ് ലെസ് ദാൻ 25. ഹെൻസ് ദ പോയിന്റ് ലൈസ് ഇൻ ദ സർക്കിൾ. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ സന്തോഷത്തോടെ വൈൻഡപ്പ് ചെയ്യട്ടെ. സർക്കിൾ എന്ന പോർഷൻ എന്റെ മക്കൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തോടെ പോയാൽ മതി. ഞാൻ ഇതിനകത്ത് ഫസ്റ്റിലെ 2 ക്വസ്റ്റ്യൻ സ്കിപ്പ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, അത് മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിൽ പെടാത്തയാണ്. നിങ്ങൾ അതും കൂടെ നോക്കിപ്പോയോ, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, ശരി, ഹാപ്പി, താങ്ക് യു.